കോഴിക്കോട് ജില്ലയിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ പറയാൻ 3 മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിലെ ആദ്യത്തെ മണ്ഡലം കൊയിലാണ്ടിയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റായ കൊയിലാണ്ടിയിൽ ഇത്തവണ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ കൗതുകമാണ്. മത്സരിക്കുന്നത് കെ ദാസൻ, മുൻ MLA LDFന് വേണ്ടി, കെ പ്രവീൺകുമാർ DCC പ്രസിഡന്റ്, UDFന് വേണ്ടി പ്രഫുൽ കൃഷ്ണ, മുൻ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ, BJPക്ക് വേണ്ടി 3 ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ്സ് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് കൊയിലാണ്ടിയുടെ പ്രത്യേകത. കൊയിലാണ്ടി പിടിക്കാൻ ഇത്തവണ അരയും തലയും മുറുക്കി രംഗത്തുണ്ട് UDF. അതുകൊണ്ടാണ് പ്രവീൺ അവിടെ പോയി മത്സരിക്കുന്നത്. മുൻ MLA ആയിട്ടുള്ള കെ ദാസനെ തന്നെ രംഗത്തിറക്കി. 2 തവണ MLA ആയിട്ടുള്ള കെ ദാസന്റെ ജനകീയത ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പര്യാപ്തമാവുന്ന ഒന്നാണെന്ന് LDF കരുതുകയും ചെയ്യുന്നു. പ്രഫുൽ കൃഷ്ണ പരമാവധി വോട്ടുകൾ സമാഹരിക്കുമെന്ന് BJP വിചാരിക്കുകയും ചെയ്യുന്നു. രാഹുൽ KV ആണ് കോഴിക്കോട് നിന്നതിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടുമായിട്ടുള്ളത്. രാഹുൽ, ആര് ജയിക്കും കൊയിലാണ്ടി എന്നുള്ളത് ഇപ്പോഴും അപ്രവചനീയമാണോ? കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും LDF ആയിരുന്നു വിജയിച്ചത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ നിന്നല്ല, 2001 P ശങ്കരൻ ജയിച്ചതിന് ശേഷം ഇങ്ങോട്ട് LDF മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കൊയിലാണ്ടിയിൽ കഴിഞ്ഞ തവണ കാനത്തിൽ ജമീല വിജയിക്കുന്നു. ഈ തവണ കൊയിലാണ്ടി UDF തിരിച്ചു പിടിക്കും എന്ന് പറയണമെങ്കിൽ, അങ്ങനെ UDF തിരിച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അത് സാധ്യമാണോ? എന്താണ് LDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും കേരളം ഇത്തവണ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ കോഴിക്കോടിൻ്റെ മനസ്സ് അത് ആർക്കൊപ്പം നിൽക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി കൊയിലാണ്ടി മാറിയിട്ടുണ്ട്. അഭിലാഷ്, മുൻ വർഷങ്ങളിലെ കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 പതിറ്റാണ്ടായി കൊയിലാണ്ടി ഇടതുപക്ഷത്തിനൊപ്പമാണ്. പക്ഷേ പറഞ്ഞതുപോലെ ഇത്തവണ അവിടെ ആർക്കാണ് മുൻകൈ മേൽക്കൈ ഉള്ളതെന്ന നിലവിൽ പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. കാരണം അത്രയും ശക്തമായ ഒരു മത്സരം ബലാബലമാണ് നടക്കുന്നത്. ചിട്ടയായ പ്രചാരണം സർവ്വമേഖലയിലെയും നടത്തി UDFും LDFും NDA അവിടെ വലിയ ശക്തിയല്ല, വിജയസാധ്യതയുള്ളൊരു കക്ഷിയല്ല. പക്ഷേ ഭൂരിപക്ഷം ആർക്ക് എത്ര വേണമെന്ന് നിർണ്ണയിക്കുന്നതിൽ ഇത്തവണ നിർണായക കക്ഷിയായി NDA മാറും, പ്രഫുൽ കൃഷ്ണൻ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ തന്നെ കൊയിലാണ്ടിയിലേക്ക് മത്സരിക്കാൻ വരികയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് മത്സരിച്ച പ്രവീൺകുമാർ ഇത്തവണ കൊയിലാണ്ടി ആവശ്യപ്പെട്ട് കൊയിലാണ്ടി പിടിച്ചടക്കും എന്ന ഉറപ്പോടുകൂടി കൊയിലാണ്ടിയിലേക്ക് വന്നതാണ്. അതിന് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അടിത്തട്ടിലുള്ള പ്രവർത്തനം, വോട്ട് ചേർക്കലടക്കം, ആളുകളെ കണ്ട് പരിചയം പുതുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രവീൺകുമാർ കടന്നതുമാണ്. പിന്നീടാണ് കെ ദാസൻ എന്ന, കൊയിലാണ്ടിക്കാർ സ്നേഹത്തോടെ ദാസേട്ടൻ എന്നാണ് വിളിക്കുക, എല്ലാ പ്രചാരണ ബോർഡുകളിലും കൊയിലാണ്ടിയുടെ ദാസേട്ടൻ എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രചാരണ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് അത്രയും ജനകീയനായ മുൻ MLA തന്നെ രംഗത്തിറക്കി ആ മത്സരം അത്രയും കടുത്തതാക്കിയിട്ടുണ്ട് ഇടതുപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായാണ് കൊയിലാണ്ടി വിധിയെഴുതിയിരുന്നത്. ഷാഫി പറമ്പിൽ മത്സരിച്ച് വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊയിലാണ്ടി വലിയ ഭൂരിപക്ഷം ഷാഫി പറമ്പിലിന് നൽകിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയും വലിയ അട്ടിമറിയാണ് കൊയിലാണ്ടിയിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFനും മേൽക്കൈ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അനുകൂല ഘടകമായി UDF കാണുന്ന കാര്യം. ഒപ്പം വികസനം മുന്നോട്ട് വെച്ച് തന്നെ, ഒപ്പം മുൻവർഷങ്ങളിൽ അവിടെ MLA ആയിരുന്ന കെ ദാസൻ മുൻപ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ആൾക്കാരുമായുള്ള അടുത്ത ബന്ധം എല്ലാം പ്രയോജനപ്പെടുത്തി ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. ഒപ്പം മണ്ഡലത്തിൽ വളരെ സജീവമായി ഉയർന്ന ഒരു പ്രചാരണ വിഷയം എന്ന് പറയുന്നത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ വികസന സ്വാഭാവികമായും ഏത് തെരഞ്ഞെടുപ്പിലും ചർച്ചയാകും. കാനത്തിൽ ജമീല MLAയുടെ വിയോഗത്തെ തുടർന്ന് നിലവിൽ കൊയിലാണ്ടിയിൽ MLA ഇല്ല. പക്ഷേ സ്ഥിരമായി അത് LDFന്റെ ഒരു മണ്ഡലമാണ്. രാഹുൽ തന്നെ ഉത്തരം പറയേണ്ട മറ്റു ചില മണ്ഡലങ്ങൾ കൂടി, ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിന് ഭാഗമായ മറ്റ് 2 മണ്ഡലങ്ങൾ കൂടി കോഴിക്കോട് ജില്ലയിൽ നിന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിലൊന്ന് കുറ്റ്യാടിയാണ്. കുറ്റ്യാടി ഈ പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന, എപ്പോഴും ചെറിയ മാർജിനിൽ മാത്രം വിജയെ നിർണ്ണയിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ, പാറക്കൽ അബ്ദുള്ള, രാംദാസ് മണലേരി. കഴിഞ്ഞ തവണത്തെ എതിരാളികളാണ് KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററും പാറക്കൽ അബ്ദുള്ളയും. കഴിഞ്ഞ തവണ വെറും 333 വോട്ടുകൾക്ക് മാത്രമാണ് കുറ്റ്യാടി LDF ജയിച്ചത്. അതിനുമുമ്പ് KK ലതിക 2011 ജയിച്ചു. 2011 ജയിച്ച KK ലതികയെ 2016 UDF പാറക്കൽ അബ്ദുള്ളയിലൂടെ പരാജയപ്പെടുത്തി. നമുക്ക് ഭൂരിപക്ഷം വളരെ കുറവുള്ള മണ്ഡലങ്ങൾ എന്ന നിലയിൽ, വേഫർ തിൻ മെജോറിറ്റി മാത്രമുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ കൂടി നമുക്ക് കുറ്റ്യാടിയെ കാണേണ്ടതുണ്ട്. ഇത്തവണ പാറക്കൽ അബ്ദുള്ള കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററെ പരാജയപ്പെടുത്തുമോ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. വളരെ ജനകീയനായ MLA ആണ് KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ. രാഹുൽ തന്നെയാണ് തുടരുന്നത്. രാഹുൽ, കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് ഈ കുറ്റ്യാടി മണ്ഡലത്തിലായിരുന്നു എന്നത് ഒന്നാമത്തെ കാര്യം. 2, ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്വഭാവവും വടകര പാർലമെന്റിലേക്കുള്ള മത്സരവും അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ രാഷ്ട്രീയമായി UDFന് മേൽക്കൈ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞ മണ്ഡലം. പക്ഷേ MLA വളരെ ജനകീയൻ. MLAയുടെ ജനകീയത കൊണ്ട് LDF ജയിക്കുമോ? രാഷ്ട്രീയമായ മേൽക്കൈ കൊണ്ട് UDF ജയിക്കുമോ? ഇത് വളരെ കൗതുകപൂർണ്ണമായിട്ടുള്ള ചോദ്യമാണ്. ഇഞ്ചോട്
ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു. പ്രവാസി വോട്ടുകൾ നിർണായകമായിട്ടുള്ള മണ്ഡലമാണ്. അവസാന വട്ടം എന്താണ് കുറ്റ്യാടിയുടെ ചിത്രം? അഭിലാഷ്, തീർച്ചയായും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത, ആരും മുൻപിലെത്തുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത മറ്റൊരു മണ്ഡലമാണ് കോഴിക്കോട് കുറ്റ്യാടി എന്ന് പറയുന്നത്. കഴിഞ്ഞ 2021 ഇടത് തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചപ്പോഴും കേവലം 333 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ ജനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഘടകം കുറ്റ്യാടിയെ സംബന്ധിച്ച് UDF മുൻപിലുള്ളത് ഷാഫി പറമ്പിൽ ഇഫക്റ്റ് തന്നെയാണ്. കാരണം ഷാഫി പറമ്പിൽ വന്ന വടകര മണ്ഡലത്തിൽ വലിയ വിജയം നേടി ആ ഒരു ഓളം അത് അടങ്ങാതെ നിലനിർത്തി കൊണ്ടുപോകാൻ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ എന്ന MLA ജനകീയത തന്നെയാണ്. അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ടുള്ള അടുത്ത ആത്മബന്ധം ഒക്കെ തന്നെ മണ്ഡലം നിലനിർത്തുന്നതിന് ഗുണകരമാകും എന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ആദ്യം സീറ്റ് നൽകാനായിരുന്നു LDF ആലോചന. പിന്നീട് CPM പ്രവർത്തകർ തന്നെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിന് ശേഷമാണ് CPM ആ സീറ്റിൽ മത്സരിക്കുകയും ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, ഏതായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സാഹചര്യം, അവസ്ഥകൾ, ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാത്രം വെച്ചുകൊണ്ട് കുറ്റ്യാടിയുടെ മനസ്സ് അളക്കുക കൂടെ അസാധ്യമാണെന്ന് പറയേണ്ടതായി വരും. പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷം, യുദ്ധം ഒക്കെ തന്നെയും വളരെ ശക്തമായി ബാധിക്കുന്ന ഒരു മണ്ഡലമാണ് കുറ്റ്യാടി എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രവാസി വോട്ടർമാരുള്ള മണ്ഡലമാണ് കുറ്റ്യാടി. 16,002 പ്രവാസി വോട്ടർമാരുണ്ട്. ഏതായാലും ഈ യുദ്ധ സാഹചര്യത്തിൽ, സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇതിൽ വലിയൊരു ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയൊരു വോട്ടർമാർക്ക് മണ്ഡലത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് എന്നത് അവിടെ മുന്നണി സ്ഥാനാർത്ഥികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നുള്ള ചർച്ചയാണ് ഇത്രയും ദിവസങ്ങളിൽ നടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടിലുള്ള പ്രവാസി സംഘടനാ പ്രതിനിധികളെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ സമ്മേളനങ്ങൾ, റാലികളൊക്കെ തന്നെ ഇടതു വലത് മുന്നണികൾ മണ്ഡലത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടോ. ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വികസന പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, ഒപ്പം MLA ജനകീയത ഒക്കെ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സർവ്വകോണിലുമെത്തി എല്ലാവരെയും കാണാൻ കഴിഞ്ഞു എന്ന ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഉണ്ട്. ഇടതുപക്ഷ പ്രതീക്ഷ വലിക്കുന്ന, ആത്മവിശ്വാസം പങ്കുവെക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ്. UDF സംബന്ധിച്ച മുൻപ് പാറക്കൽ അബ്ദുള്ള തന്നെ MLA ആയിരുന്ന മണ്ഡലമാണ്. ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ്. NDA വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അവിടെയും ഈ ചെറിയ മാർജിനിലുള്ള മത്സരങ്ങളായിരുന്നു, വിജയങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രവചനം അസാധ്യമാണ്, അസംഭവ്യമാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തന്നെ മറ്റൊരു മണ്ഡലമാണ് പേരാമ്പ്ര. ഇത്തവണ ശ്രദ്ധേയമാവുന്നത് അവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ടാണ്. LDF ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പേരാമ്പ്ര. TP രാമകൃഷ്ണൻ ഇത്തവണ മത്സരിക്കുമ്പോൾ എതിരാളിയായി വന്നിട്ടുള്ളത് നോക്കൂ, ഫാത്തിമ തെഹ്ലിയാണ്. മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ വനിതാ നിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. M മോഹനൻ മാസ്റ്റർ അവിടെ BJP NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾ ഒരർത്ഥത്തിൽ കളർ കൊടുത്തിട്ടുള്ള മണ്ഡലമാണ് പേരാമ്പ്ര. രാഹുൽ തന്നെ തുടരുന്നു. രാഹുൽ, പെട്ടെന്ന് വളരെ ശക്തമായ രാഷ്ട്രീയ അടിത്തറ LDF മണ്ഡലമാണ്. പക്ഷേ പാർലമെന്റിലേക്കൊക്കെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അവിടെ UDF ആ സെഗ്മെന്റിൽ ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LDF വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച 2001 പോലും TP രാമകൃഷ്ണനെ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ള പാരമ്പര്യം പേരാമ്പ്രയെ സംബന്ധിച്ചുള്ളത് കൊണ്ട് തന്നെ പേരാമ്പ്രയിൽ ഇനി എന്തൊക്കെ കോളിളക്കം സംഭവിച്ചാലും തോൽവി എന്നുള്ളത് LDF പ്രതീക്ഷിക്കുന്നുണ്ടോ? അഭിലാഷ്, ഒരിക്കലുമില്ല. പേരാമ്പ്രയെ സംബന്ധിച്ച് ഇടതിന് അത്രയും അനുകൂലമായ ഗ്രൗണ്ടുള്ള മണ്ണാണ് എന്ന കാര്യത്തിൽ, ചുവന്ന മണ്ണാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. TP അല്ലാതെ മറ്റാര് എന്നൊരു മുദ്രാവാക്യമാണ് ഇടതുപക്ഷം പേരാമ്പ്രയിൽ ഉയർത്തുന്നതും. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇടത് കൺവീനർ, വളരെ മുതിർന്ന നേതാവ് ഇടതുപക്ഷത്തിന് വേണ്ടി മണ്ഡലം നിലനിർത്താൻ മത്സരിക്കുന്നു. UDF പരീക്ഷിക്കുന്നതാവട്ടെ കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ, വളരെ പ്രായം കുറഞ്ഞ യുവതിയായ ഒരു നേതാവിനെ കൊണ്ടുവന്നാണ് പേരാമ്പ്രയിൽ മത്സരിപ്പിക്കുന്നത്. എന്തായാലും ഈ അനൗൺസ്മെൻറ്റ് വിവാദത്തോടുകൂടി ഒരു ഘട്ടമായപ്പോൾ പേരാമ്പ്രയിലെ രാഷ്ട്രീയ ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ കൃത്യമായി അതാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത ഞാൻ ആവർത്തിച്ച് പറഞ്ഞതും. അവിടെ ഇടത് കൺവീനർ തന്നെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അവിടെ അനൗൺസ്മെൻറ്റ് നടത്തി എന്ന രീതിയിലാണ് പിന്നീടുള്ള ചർച്ചകളൊക്കെ തന്നെ വന്നിരുന്നത്. UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ TPയോട് വിശദീകരണം തേടുകയും ഇന്നിപ്പോൾ ഏതായാലും ജില്ലാ വരണാധികാരിയുടെ തീരുമാനം വന്നിരിക്കുന്നത് TPയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് അവിടെ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒപ്പം LDF നൽകിയ പരാതികളിൽ 3 പരാതികളാണ് ഫാത്തിമ തഹ്ലിക്കെതിരെ മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്ന രീതിയിൽ നൽകിയിട്ടുള്ളത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണം പുരോഗമിച്ചു വരിക കൂടി തന്നെയാണ്. എന്തായാലും പേരാമ്പ്രയെ സംബന്ധിച്ച്
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് വലിയ ഭൂരിപക്ഷം നൽകിയതാണ്. പക്ഷേ കഴിഞ്ഞ തവണ TP രാമകൃഷ്ണന് 22,592 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷമാണ് പേരാമ്പ്രക്കാർ നൽകിയിരുന്നത്. അപ്പോൾ ആ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്ങനെ മറികടക്കാം എന്നത് UDF-നെ സംബന്ധിച്ച് വലിയൊരു ബാലികേറാമല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് പിടിച്ചടക്കുമെന്നൊരു ആത്മവിശ്വാസം UDF-നെ സംബന്ധിച്ചുണ്ട്. ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്നുണ്ട് പേരാമ്പ്രയിൽ. അവിടുത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്നു. പക്ഷേ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇടത് മുന്നണിക്ക് അനുകൂലമാണ്. നമ്മൾ പേരാമ്പ്ര കഴിഞ്ഞു, കുറ്റ്യാടി ചുരം കയറി വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കൽപ്പറ്റ. കൽപ്പറ്റയിൽ ഇത്തവണ T സിദ്ദിഖിനെ എതിരിടാൻ PK അനിൽകുമാർ RJD സ്ഥാനാർത്ഥി, പ്രശാന്ത് മലവയൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇതാണ് കൽപ്പറ്റയിലെ സ്ഥാനാർത്ഥി ചിത്രം. M കമലുണ്ട് വയനാട്ടിൽ നിന്ന്. കമൽ, രാഷ്ട്രീയം നോക്കിയാൽ കൃത്യമായി UDF-ന് ഒരു മേൽക്കൈയുള്ള മണ്ഡലമാണ് കൽപ്പറ്റ. കഴിഞ്ഞ LDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ UDF ആണ് വിജയിച്ചത്, T സിദ്ദിഖാണ് ജയിച്ചത്. പക്ഷേ ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉള്ള വിവാദങ്ങൾ, വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയ സർക്കാരിന് അനുകൂലമായിട്ടുള്ള പോസിറ്റീവ്സ്, ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ NM വിജയന്റെ മരണമടക്കം വീണ്ടും ചർച്ചയിലേക്ക് വരികയും പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ NM വിജയന്റെ മരുമകൾ നിരാഹാരം ഇരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത, വയനാട്ടിലെ പഴയ ചില പ്രശ്നങ്ങൾ തലപൊക്കുകയും ഒക്കെ ചെയ്ത അന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മത്സരത്തിനുള്ള സാധ്യത, ശക്തമായ ടൈറ്റ് ഫൈറ്റിനുള്ള സാധ്യത കൽപ്പറ്റയിലുണ്ടോ? അഭിലാഷ്, കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം UDF-ന് രാഷ്ട്രീയമായ മേൽക്കൈ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തീർച്ചയായും UDF-ന് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ T സിദ്ദിഖ് ജയിക്കുന്നത് ഏതാണ്ട് 5000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ്. അത്രേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, കൽപ്പറ്റയുടെ ഒരു ചരിത്രം, കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലെ ചരിത്രം നോക്കിയാൽ 2006-ൽ LDF, 2011-ൽ UDF, 2016-ൽ വീണ്ടും LDF, 2021-ൽ UDF, അങ്ങനെ മുന്നണികൾ മാറി മാറി വന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം. മാത്രമല്ല, അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലുള്ള വിവാദങ്ങൾ, ഇപ്പോൾ T സിദ്ദിഖ് ദുരന്ത സമയത്തുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജനകീയതയും ഒക്കെ വെച്ചാണ് പ്രചരണം നടത്തുന്നത്. പക്ഷേ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ വെച്ച LDF തിരിച്ചടിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശ്രുതിയുടെ വീടുമായൊക്കെ ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. മറ്റൊന്ന്, ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭൂമി കോൺഗ്രസിന് വീട് വെച്ച് നൽകാൻ കഴിയാത്ത പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനിടെയാണ് വയനാട്ടിലാകെ നിറഞ്ഞു നിന്നിരുന്ന മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാന 2 ദിവസങ്ങളിൽ വീണ്ടും ചൂടുപിടിക്കുകയാണ്. നാളെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ NM വിജയന്റെ കുടുംബം അവിടെ ഉപവാസം ഇരിക്കാൻ പോകുന്നു. അതിനിടെ ഇന്ന് UDF-ന്റെ വാർത്താ സമ്മേളനത്തിൽ ആ കുടുംബത്തിന് നേരെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന പരാമർശമുണ്ടായതെന്ന് LDF വലിയ രീതിയിൽ വിവാദമാക്കിയിട്ടുണ്ട്. എന്തായാലും വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് രംഗം ഇതോടുകൂടി വലിയ രീതിയിൽ ചൂടുപിടിക്കുകയാണ്. അതിൻ്റെ അലയൊലികൾ കൽപ്പറ്റയിലുമുണ്ട്. ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK അനിൽകുമാർ തോട്ടം മേഖലയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും വലിയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. ആ അർത്ഥത്തിൽ മേപ്പാടി, മുപ്പൈനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തോട്ടം മേഖലയിൽ, തേയിലത്തോട്ടം മേഖലയിൽ വലിയ സ്വാധീനമുണ്ട്. അതിലാണ് LDF-ന്റെ പ്രതീക്ഷ. മറ്റൊന്ന്, CPIM മണ്ഡലത്തിൽ വളരെ സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ട്. LDF വലിയ രീതിയിൽ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മറുവശത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ശക്തമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്ര വലിയ ഒരു മാർജിൻ അല്ല കഴിഞ്ഞ തവണ ഉണ്ടായത് എന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു മത്സരത്തിന് അല്ലെങ്കിൽ ഒരു മത്സരം ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കുന്നത്. ശരി, ചാഞ്ചാട്ട മണ്ഡലമാണ് കൽപ്പറ്റ. അത് ഇത്തവണ ചാഞ്ചാടുമോ? കറണ്ട് എങ്ങോട്ടാണ്, കാറ്റ് എങ്ങോട്ടാണ്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ചാഞ്ചാട്ടം നിർണ്ണയിക്കപ്പെടുക.